പാർട്സ് 2ലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബഹ്റിനിലേക്ക് വരുമ്പം എന്തൊക്കെ കൊണ്ടുവരണമെന്ന്. സോ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണാം. അതിൽ നമ്മൾ മെയിനായിട്ടും നമുക്ക് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ കുക്കിങ്ങിനായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളും നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ളതാണ് മെയിൻലി അതിൽ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ മറ്റേ വീഡിയോ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് ബഹ്റൈനിൽ നമ്മുടെ നാട്ടിൽ സിമ്മ് വർക്കാവില്ല. അതിപ്പം ഏതൊരു കൺട്രിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പം കേരള വിട്ട് പുറത്തേക്ക് പോകുമ്പോഴും നമ്മുടെ സിമ്മ് റൂമിങ്ങിൽ പോകും. സോ അത് വർക്കാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മെയിൻലി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നമ്മുടെ ഇന്ത്യൻ ട്രിവാൻഡ്രം എയർപോർട്ടായാലും ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് വരിക, അല്ലെങ്കിൽ കൊച്ചിൻ എയർപോർട്ടായിരിക്കും ഞങ്ങൾ യൂസ് ചെയ്യാം ഇവിടത്തേക്ക് വരാൻ നേരത്ത്. സോ നിങ്ങളുടെ എയർപോർട്ടിൽ തന്നെ നിങ്ങൾക്ക് സിമ്മ് കിട്ടും, ബഹ്റൈൻ സിമ്മ്. ബഹ്റൈൻ STC സെയിൻ അങ്ങനെയുള്ള കമ്പനീൻ്റെ ബഹ്റൈൻ സിമ്മ് നിങ്ങൾക്ക് ഇന്ത്യൻ എയർപോർട്ടിൽ നിന്ന് വാങ്ങാൻ കിട്ടും. സോ ഞാൻ 2 വട്ടം അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സിമ്മ്. അത് നിങ്ങൾ ക്യാഷ് ഒന്നും പേ ചെയ്യേണ്ട. അവിടുന്ന് സിമ്മ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഫോൺ നമ്പർ വെച്ചിട്ട് നമ്മുടെ OTP പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. അത് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ സിമ്മ് രജിസ്റ്റർ ചെയ്ത് നമ്മൾ വാങ്ങുക. നമ്മുടെ പേരിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതല്ല. സോ അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്ത് ചെയ്യുമായിരിക്കും ചെയ്യാം. അപ്പം നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിമ്മ് എയർപോർട്ടിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. സപ്പോസ് നിങ്ങൾക്ക് പേഴ്സണൽ അല്ലെങ്കിൽ നോർമൽ കോളൊക്കെ ചെയ്യാം, പിന്നെ നെറ്റ് കിട്ടും. ലൈക്ക് എല്ലാവരും ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് തരണമെന്നില്ല. ആൻഡ് ഇപ്പം ബഹ്റൈനിൽ തരാൻ ചാൻസ് കൂടുതലാണ്. ബിക്കോസ് ഇവിടെ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. നിയമം അനുസരിച്ച് നമ്മൾ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യുന്നതിനും നമ്മൾ മന്ത്ലി പേ ചെയ്യേണ്ടി വരും അധികം. സോ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുപോലെ എയർപോർട്ടിൽ ഉള്ളവരെല്ലാവർക്കും നെറ്റ് ഉണ്ടാവണമെന്നില്ല. ലൈക്ക് ഇപ്പം നമ്മൾ നാട്ടിൽ പോയിട്ട് കുറേ നാൾ കഴിഞ്ഞ് വരാനാകുമ്പം നമ്മളത് റീചാർജ് ചെയ്തിട്ടുണ്ടാവില്ല. സോ അങ്ങനെ ഒരു സിം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ബഹ്റൈനിൽ വന്നിട്ടാലും നിങ്ങൾക്ക് സിം ഇവിടുന്ന് എടുക്കേണ്ടി വരും. നാട്ടിൽ സിം വെച്ചിട്ട് നിങ്ങൾക്ക് നോർമൽ കോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇവിടുന്ന് ഒരു സിം എടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരും. സോ നിങ്ങളാണെങ്കിൽ ആ എയർപോർട്ടിൽ തന്നെ അവരോട് സ്റ്റാഫിനോട് ചോദിച്ചാൽ മതി, ഇങ്ങനെ സിമ്മ് കൊടുക്കുന്ന സ്ഥലം ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. നിങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുമ്പം ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയ ഇരുന്നപ്പോൾ അവർ ഇങ്ങോട്ടൊന്ന് അപ്രോച്ച് ചെയ്തായിരുന്നു. അവരിങ്ങനെ പറഞ്ഞു നമുക്ക് സിമ്മായിട്ട് അവർ തരും. സോ അങ്ങനെയാണ് ഞങ്ങൾ സിം അവിടുന്ന് കളക്ട് ചെയ്യുന്നതും. അത് 2 to 3 days വാലിഡിറ്റി ആ സിമ്മിനുണ്ടാവുള്ളൂ. സോ അതിന് ശേഷം നമ്മൾ തന്നെ ക്യാഷ് പേ ചെയ്ത് നമ്മൾ തന്നെ റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ 2 to 3 days നമുക്കത് യൂസ് ചെയ്യാം. പക്ഷേ അത് അൺലിമിറ്റഡ് ആയിരിക്കില്ല. നിങ്ങൾ ക്യാഷ് ലൈക്ക് കുറച്ച് ഉണ്ടാവുള്ളൂ, കുറച്ച് GB ഉണ്ടാവുള്ളൂ. സോ അതനുസരിച്ച് വേണം നിങ്ങൾ നെറ്റ് ഉപയോഗിക്കാൻ. നോർമൽ കോള് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് എന്തൊക്കെ ക്ലോത്ത്സ് കൊണ്ടുവരണം എന്നുള്ളത് അതിനെപ്പറ്റി സംസാരിക്കാം. ലൈക്ക് ബഹ്റിനിലേക്ക് വരുമ്പോൾ നമുക്ക് വേറെ ഒരു കൺട്രിയിലേക്ക് പോകാനാകും. അവിടുത്തെ വെതർ അനുസരിച്ച് വേണം നമ്മൾ സാധനം പർച്ചേസ് ചെയ്യാം. സോ നിങ്ങളിപ്പം ബഹ്റിനിലേക്ക് വരാൻ ക്ലോത്ത് പർച്ചേസ് ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ അത് മസ്റ്റായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. സോ അത് മെയിൻലി പിന്നെ നിങ്ങളത് വരുന്ന ടൈം അനുസരിച്ച് മാനേജ് ചെയ്ത് വേണം കൊണ്ടുപോകാൻ. ഇപ്പം നിങ്ങളൊരു സെപ്റ്റംബർ ആ ഒരു ടൈമിലാണ് ബഹ്റിനിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു വിൻ്റർ ടൈമിങ് സ്റ്റാർട്ടിങ് ആയിരിക്കും. ഇവിടെ വിൻ്ററിൽ നമ്മുടെ തണുപ്പ് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നത് ഓരോ ഇയറും അനുസരിച്ചായിരിക്കും. ഈ ലാസ്റ്റ് ഇയറിൽ ബഹ്റൈന് ഭയങ്കര തണുപ്പായിരുന്നു. ലൈക്ക് ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. സോ അത് നിങ്ങളെന്തായാലും വരാനാകുമ്പോൾ നോക്കുക അതിപ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് എന്തായാലും അത് ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട് വരിക. അപ്പോൾ എന്തായാലും ഈ വിൻ്റർ സമയങ്ങളിൽ വരികയാണെങ്കിൽ സ്വെറ്റർ എടുത്ത് വെക്കാൻ മറക്കരുത്. നിങ്ങളൊരു സ്വെറ്റർ വാങ്ങേണ്ടി വരും. നിങ്ങൾ വിചാരിക്കും ബഹ്റൈൻ ഒരു ഐലൻഡ് അല്ലേ, സോ ലൈക്ക് മരുഭൂമിയാണ്, സോ അതുകൊണ്ട് തന്നെ ചൂടായിരിക്കും തോന്നിയെന്ന്. ചൂടുമുണ്ട്, ബട്ട് ഇവിടെ ഹാഫ് വെച്ചിട്ടായിരിക്കും. പാതി ഫുള്ള് ചൂടായിരിക്കും. ആ ചൂട് സമയത്തൊക്കെ വരികയാണെങ്കിൽ ലൈക്ക് ഇപ്പം ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പം ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. ഇതിപ്പം ഇവിടെ ടൈം ഇപ്പോൾ രാവിലെ 8:13 നല്ല വെയിലുണ്ട്, ഭയങ്കരമാണ്. ഞാൻ ഇപ്പോൾ ലൈറ്റ് നോക്കിച്ചു, ഞാൻ വെറുതെ എൻ്റെ വിൻഡോ ഹാഫ് തുറന്നിട്ടതാ. ഭയങ്കര ചൂട് കാറ്റായിരിക്കും പുറത്തുനിന്നടിക്കാം. അപ്പോൾ നിങ്ങൾ നൈസായിട്ടുള്ള ക്ലോത്ത്സ്, അപ്പോൾ നിങ്ങൾ സമ്മർ സീസൺ ഈ ഒരു സമയത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ നൈസായിട്ടുള്ള ക്ലോത്ത് തോനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ബ്ലാങ്കറ്റ്സ് അല്ല ഭയങ്കര കട്ടിയുള്ള തുണിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും, നിങ്ങൾ പെട്ടെന്ന് നമ്മൾ വീർക്കും. സോ ലൈറ്റ് കളർ ഷെയ്ഡ്സ് ഉള്ള കളർ നോക്കുമ്പോഴും ലൈറ്റ് കളേഴ്സ്, ബ്ലാക്ക് തുണി നല്ല കറുത്ത തുണിയൊക്കെ ഇട്ടിട്ട് ഇതുവരെ അങ്ങോട്ട് നടന്നാൽ മതി, കരിഞ്ഞു പോകും, ഭയങ്കര ചൂടായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു സമ്മർ സീസൺ ഈ ഒരു സമയത്ത് വരുന്നതെങ്കിൽ കുറച്ച് നല്ല വൈറ്റ് ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ക്ലോത്ത്സ് കൊണ്ടുവരാൻ ശ്രമിക്കാം.
അതാകുമ്പം നമുക്ക് ഈ ചൂടിൽ പിടിച്ചിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്നൊരു മലയാളിക്കൊക്കെ ഈ ചൂട് സമയത്ത് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബഹ്റൈനിലെ ചൂടെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിനേക്കാളും ഭയങ്കര ഇതായിരിക്കും. സോ അതനുസരിച്ച് കൊണ്ടുവരാം. പിന്നെ തണുപ്പ് കാലത്ത് വരുമ്പം സ്വെറ്റർ, ഹുഡി, ഷൂ, ഒരു പെയർ ഷൂവും സോക്സും. നിങ്ങൾ ക്യാഷ്വലായിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ. പക്ഷെ വിൻ്ററിന് വേണ്ടിയിട്ട് ഒരു ഷൂസ് കരുതാൻ സംബന്ധിച്ചാൽ നിങ്ങൾ നോർമൽ ക്യാഷ്വൽ ചെരുപ്പ് കിട്ടി വിൻ്ററിൽ പുറത്തിറങ്ങിയാൽ നിങ്ങൾ ഫ്രീസായി പോകും. ഭയങ്കര തണുപ്പായിരിക്കും ചില സമയത്ത്. ഇവിടെ മഞ്ഞ് അങ്ങനെ പെയ്യത്തില്ല, പക്ഷെ ഭയങ്കര തണുത്ത കാറ്റും ടെമ്പറേച്ചർ ഭയങ്കര ലോയും ഭയങ്കര തണുപ്പുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ച് കൊണ്ടുവരാം. പിന്നെ നിങ്ങളുടെ ചെവിയിൽ വെക്കുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. ഹെഡ്സെറ്റ് അതൊക്കെ കൊണ്ടുവരുമ്പം നമുക്ക് ഈ ഒരു തണുപ്പിനെയും ഇത് കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടും. സോ അങ്ങനത്തുള്ള കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ തോന്നി അങ്ങ് വാരിക്കൊണ്ട് വരില്ല. ലൈക്ക് കുറച്ചൊരു ഹുഡിയൊക്കെ കൊണ്ടുവരണമെങ്കിൽ 3-4 ജോഡി ഹുഡി അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് ഒരു പെയർ ഷൂസ് ഇതൊക്കെ വാങ്ങാൻ കിട്ടും ഇവിടെ. നാട്ടിൽ നിന്ന് വരുമ്പം ഒരു പെയർ ഷൂസും ഒരു ചപ്പലും. നിങ്ങളിപ്പം കുറേ ഇയറിലേക്ക് ഒരു 3 ഇയർ 2 ഇയർ അങ്ങനെയൊക്കെ വരുന്നെങ്കിൽ ഒരു 2 പെയർ ഷൂസും ഒരു 2 പെയർ നോർമൽ ചപ്പൽസും കൊണ്ടുവന്നാൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ വാങ്ങാൻ കിട്ടും. ഇവിടെ എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലൊന്ന് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ ഉപ്പ് തൊട്ട് കറുപ്പ് വരെ എന്തുവാണെങ്കിലും എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ ലൈക്ക് ഇവിടെ കുറേ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ ഭയങ്കര ഓഫേഴ്സ് ഉണ്ടായിരിക്കും. സോ അത് സീസണിലായിരിക്കും. നമുക്ക് എപ്പോഴും ഓഫറുകൾ ഉണ്ടാവില്ല. സോ ഓഫറുള്ള ടൈം നോക്കുമ്പം അവിടെ ഓഫർ ഉണ്ടാവും. ലൈക്ക് ഇപ്പം ഞാൻ പറയാം കുറച്ച് ഡിസ്കൗണ്ട് സെൻറ്റേഴ്സും എമറൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബഹ്റൈനിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടോട്ടൽ 4-5 എമറൈറ്റ്സ് ഉണ്ട് ലൈക്ക് പല സ്ഥലങ്ങളിലായിട്ട്. ഈ എല്ലാ എമറൈറ്റ്സിലും ഭയങ്കര വിലക്കുറവായിരിക്കും. അവിടെ ലൈക്ക് 100 ഫിക്സ് എന്ന് വെച്ചാൽ 25 രൂപ തൊട്ട് 2.2 വരാം റേറ്റ് വരെ എന്ത് സാധനത്തിലായാലും ചെയ്തിട്ട് ഒരു 500 രൂപ. അപ്പോൾ അതിന് താഴെ നിങ്ങൾക്ക് എന്ത് സാധനം കിട്ടും. അപ്പം 500 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് എന്തും കിട്ടും. എമറൈറ്റ്സിൽ നിങ്ങൾ എന്ത് സാധനം എടുത്താലും അത് 500 രൂപയ്ക്ക് താഴെയായിരിക്കും. സോ ഒരു ചെരുപ്പിന് ഒരു 500 രൂപയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ചെരുപ്പ് കിട്ടും. സോ നോർമൽ ഏറ്റവും വിലക്കുറവ് അവിടെ ഇങ്ങനെ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സിൽ കിട്ടും. പിന്നെ യാബലാഷ് അങ്ങനെ കുറേ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സ് ബഹ്റൈനിലുണ്ട്. ഡേ ടു ഡേ 24/7 ആൻഡ് സംതിങ് അങ്ങനെ. പിന്നെ 10 അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഓരോ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സ് അവിടെ എന്തൊക്കെ ഓഫേഴ്സ് നമ്മുടെ നാട്ടിലെ പ്രൈസ് കമ്പയർ ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പം അതും കൂടി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇത് കിട്ടും. ലൈക്ക് നാട്ടിലും ഇതും വെച്ച് കമ്പാരിറ്റീവ്ലി എത്ര ആയിരിക്കും എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. സോ പിന്നെ തണുപ്പാലത്ത് ഇവിടത്തേക്ക് വരികയാണെന്ന് ലൈക്ക് നിങ്ങൾ ഇനിയിപ്പോൾ ഒരു നവംബർ മാസം ഒരു അവസാനമൊക്കെയാണ് വരുന്നതെങ്കിൽ എന്തായാലും ഒരു ഗ്ലൗസൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. സംബന്ധിച്ച് നവംബറിൽ വന്ന ഉടനെ നമുക്ക് ഓടിപ്പോയിട്ട് ഗ്ലൗസ് വാങ്ങുന്നത് നടക്കില്ല. നിങ്ങളൊരു സെപ്റ്റംബറിലാണ് വരുന്നതെങ്കിൽ ഗ്ലൗസിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ തണുപ്പ് കൂടുകയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായി നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരുന്നത് മെഡിസിനാണ്. ഇവിടെ മെഡിസിൻ ആയാലും ഡോക്ടർ ഫീ ആയാലും ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതൊരു ഗൾഫ് കൺട്രീസിലായാലും മെഡിസിൻ ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. സോ അപ്പോൾ നിങ്ങൾ നോർമലി ഇപ്പോൾ മെഡിസിൻ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള നാളത്തെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നാളത്തിനുള്ള മെഡിസിൻ നിങ്ങൾ പർച്ചേസ് ചെയ്തതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. പക്ഷെ കൊണ്ടുവരുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരണം. അതേപോലെ തന്നെ അത് മെഡിസിൻ മേടിച്ചതിൻ്റെ ബില്ലും കൊണ്ടുവരാൻ ശ്രമിക്കാം. സോ നിങ്ങൾക്ക് എയർപോർട്ടിൽ വല്ല ചെക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാം. പിന്നെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇനി വല്ല ആവശ്യം വന്നാൽ ടാബ്ലറ്റ് മിസ്സായിപ്പോയി അല്ലെങ്കിൽ തീർന്നു പോയോ ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങണമായാലും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേണ്ടി വരും. ലൈക്ക് നോർമൽ ഫ്ലൂ മെഡിസിൻ ആണെങ്കിൽ അതിനൊന്നും പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യം വരില്ല. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് മെഡിസിൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനിയിപ്പം പിന്നെ ചുമ, പനി, തൊണ്ടവേദന, ജലദോഷം അതിനൊക്കെയുള്ള മെഡിസിൻ ആയാലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. ലൈക്ക് പാരസിറ്റമോൾ അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. സംഭവം എന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ ബഹ്റൈനിൽ ഒരു സെപ്റ്റംബർ കഴിഞ്ഞിട്ടുള്ള ലൈക്ക് സെപ്റ്റംബർ ടു ഫെബ്രുവരി ആ ഒരു ഇടയ്ക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എന്തായാലും നമുക്കൊരു പനിയും ജലദോഷം പിടിക്കും. സോ അതുകൊണ്ട് ഉറപ്പായിട്ടും മെഡിസിൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു തണുപ്പ് നമ്മൾ പെട്ടെന്ന് ടെമ്പറേച്ചർ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, പനി ഉണ്ടാവും. സോ പനി പിടിച്ച ഉടനെ തന്നെ നിങ്ങൾ ടാബ്ലറ്റ് കഴിക്കാൻ നോക്കുക, ചെറിയ പനി ഉണ്ടെന്ന് തന്നെ പറഞ്ഞാൽ. അല്ലെങ്കിൽ പനി കൂടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, സോ എക്സ്പെൻസീവ്. പിന്നെ ഇവിടെയൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പം നമ്മൾ തോനെയും ക്യാഷ് പേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീ ആയിരിക്കും.
ഇപ്പം ഞാൻ ഉമ്മലസ്ഥ താമസിക്കുന്നത്. ഇവിടെ അടുത്ത് നമുക്കൊരു ഹോസ്പിറ്റലുണ്ട്, നടന്നു ദൂരമുള്ളൂ, കിംസ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്. സോ അതിൻ്റെ സെക്കൻഡ് ബ്രാഞ്ച് അവിടെ ഉള്ള കിംസിൻ്റെ. സോ അവിടെ നമുക്ക് ഡോക്ടറിനെ, നോർമൽ ഫ്ലൂ മെഡിസിനുള്ള ഡോക്ടറിനെ ആകുമ്പം നമുക്ക് 7 BD പേ ചെയ്യേണ്ടി വരും. നമുക്ക് ഡോക്ടറിൻ്റെ ഇത് എടുക്കാൻ വേണ്ടി മാത്രം, കൺസൾട്ടേഷൻ ഫീ ആയിട്ട് മാത്രം 7 BD പേ ചെയ്യേണ്ടി വരും. സോ അത് നിങ്ങൾ നോക്കി വേണം. അതുകൊണ്ട് തോനെയും പനി അങ്ങനത്തുള്ള ഇതൊക്കെ ഉണ്ടാകാതിരിക്കും. ചെറിയൊരിത് വരുമ്പോഴേ നമ്മുടെ നാട്ടിൽ നിന്നൊന്ന് ടാബ്ലറ്റ് കഴിച്ചത് മാറ്റാൻ ശ്രമിക്കണം. അങ്ങനെ പക്ഷെ ചില ഹോസ്പിറ്റലുണ്ട് ഇത്രയില്ല. ഷിഫയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഷിഫയിൽ 5 BD ഉള്ളൂ. സോ ഞങ്ങൾ തന്നെയും ടൈം ഷിഫയിലാണ് പോവുക. ഷിഫയിലെങ്കിൽ അൽ ഷിഫ. അപ്പം ആ ഹോസ്പിറ്റലിൽ നമുക്ക് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഫീ 5 BD ആണ്. സോ പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഫാമിലി അതിൻ്റെ കാർഡുണ്ട്. ലൈക്ക് ഷിഫയിലൊക്കെ അവിടെ നമുക്ക് റിസർവേഷൻ കാർഡൊന്നും വേണ്ടി യൂസ് ചെയ്യാം. സോ അതിൽ നമുക്ക് 2 BD കുറഞ്ഞു കിട്ടും. അപ്പം നമ്മൾ 3 BD പേ ചെയ്താൽ മതി. അപ്പം നമ്മളിങ്ങനെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബഹ്റൈനിൽ നമുക്ക് വലിയ ഇതൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ നമ്മളത് അത്രയും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നോക്കി കറക്റ്റുള്ള ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യണം. ലൈക്ക് പെട്ടെന്ന് ബഹ്റൈനിൽ വരുന്ന ഒരാൾക്ക് അത് നടക്കില്ല. ഇപ്പം തന്നെ നമ്മൾ നല്ലൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നതായാലും ഒരു സ്ഥലത്ത് ഫുഡ് വാങ്ങാൻ പോകുന്നതാണെങ്കിലും ലൈക്ക് സാധനങ്ങൾ ഗ്രോസറി വാങ്ങാൻ പോകുകയാണെങ്കിലും അത് നമ്മൾ ലൈക്ക് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാൻ നമുക്ക് ചിലപ്പം ഇയേഴ്സ് എടുത്തുന്നിരിക്കും. സോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം മെഡിസിൻസ് കൊണ്ടുവരാൻ മറക്കരുത്. മെഡിസിൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രിസ്ക്രിപ്ഷനും കൊണ്ടുവരാം. പിന്നെ അതിൻ്റെ ബില്ലും. സംബന്ധം വെച്ചാൽ എയർപോർട്ടിൽ മെഡിസിൻ്റെ ചെക്കിങ് ഉണ്ടായി. ലൈക്ക് നിങ്ങൾ തോനെയും ബൾക്കായിട്ട് ഒരുപാട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെക്കിങ് ഉണ്ടാകും. സോ അതൊക്കെ നോക്കിയിട്ട് ലൈക്ക് എൻ്റെ അമ്മാമ്മ ഇവിടെ വന്നപ്പോഴും അമ്മ ലൈക്ക് 3 മാസം നിൽക്കാനായിരുന്നു അന്ന് വന്നത്. 3 മന്ത് വിസിറ്റിംഗ് വിസ എടുത്തു തന്നെ. അപ്പം അമ്മാമ്മയ്ക്കാണെങ്കിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറേ മെഡിസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചു എന്താ മെഡിസിൻ സംബന്ധം വെച്ചാൽ അമ്മാമ്മ ഒരു ലൈക്ക് നമ്മൾ ഈ കുട്ടികൾക്ക് ടിഫിൻ കൊടുത്തു വിടൂലേ, അങ്ങനെ ഒരു സാധനത്തിൽ നിറച്ച് മെഡിസിൻ, ലൈക്ക് ഒരു 2 വർഷത്തോളം മെഡിസിൻ നിറയെ കൊണ്ടാണ് വന്നത്. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചു ഇതെന്താ എത്ര മെഡിസിൻ എന്താ പറഞ്ഞു. അപ്പം നമ്മളെ ബില്ലും പ്രിസ്ക്രിപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പറയുന്ന സീനില്ല, അവർ നമ്മളെ കയറ്റി വിടും. പക്ഷെ ഇതിൻ്റെ മെഡിസിൻ ആയിരിക്കണം, ആവശ്യമുള്ളത് മാത്രം. അനാവശ്യമായിട്ടൊന്നും മാറിക്കൊണ്ട് വരല്, അവർ പിടിക്കും, നിങ്ങളുടെ കാര്യം പോക്കായി. സോ അതനുസരിച്ച് കൊണ്ടുവരാം. സോ ഇനി നമുക്ക് പാർട്ട് 2 എൻഡ് ചെയ്തിട്ട് പാർട്ട് 3 പോകാം. ഓക്കെ, താങ്ക് യു, ബൈ.